ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ കൃപയിലും അനുഗ്രഹത്തിലും കർത്താവിൻ്റെ വലിയ കൃപാകടാക്ഷത്തിലും നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നത് കരുതുന്നു. നമ്മൾ 2024 ആണ്ട് ആരംഭിച്ചപ്പോൾ ഈ ഒരു 12 മാസക്കാലം, ഈ ഒരു വർഷക്കാലം മുഴുവൻ നമ്മൾ 12 അപ്പസ്തോലന്മാരോട് മധ്യസ്ഥം വഹിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയൊരു ആഹ്വാനം നടത്തിയിരുന്നു. നമ്മളങ്ങനെ കഴിഞ്ഞ മാസം ഈശോയുടെ പ്രിയപ്പെട്ട അപ്പസ്തോലനായ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻ്റർസെഷൻ, വലിയൊരു മധ്യസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിച്ചിരുന്നു. ഈ ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പേജിലും ഒക്കെ ആയിട്ട് ഈ മാസം പ്രാർത്ഥിക്കേണ്ട ആ വിശുദ്ധനെക്കുറിച്ച്, മധ്യസ്ഥം തേടേണ്ട ആ വിശുദ്ധനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു സൂചനകളൊക്കെ തന്നിരുന്നു, പ്രാർത്ഥനകൾ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ശരിക്കും ചിന്തിക്കാൻ പോകുന്നതും നമ്മൾ പ്രത്യേകം മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ പോകുന്നതും വിശുദ്ധ അന്ത്രയോസ് സ്ലീഹായോടാണ്. ഈശോയുടെ പ്രിയപ്പെട്ട 12 അപ്പസ്തോലന്മാരിലൊരാൾ, ഈശോയുടെ ആദ്യത്തെ 4 ശിഷ്യന്മാരിലൊരാൾ, വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിൻ്റെ സഹോദരൻ, 12 പേരിൽ ഒരുവനായ വിശുദ്ധ അന്ത്രയോസ് സ്ലീഹായെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവാണ്. ഈശോയെ ഈ വിശുദ്ധൻ അടുത്തറിഞ്ഞതും ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതും മരിച്ചതും ഏറെ പ്രത്യേകമായിട്ടും നമുക്ക് ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അന്ത്രയോസ് സ്ലീഹ ഏത് കാര്യത്തിലാണ് പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് അന്ത്രയോസ് സ്ലീഹയുടെ മധ്യസ്ഥം വഹിക്കേണ്ടതെന്ന് നമ്മൾ ഇന്നൊന്ന് ധ്യാനിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ സുവിശേഷങ്ങളൊക്കെ വായിക്കും, പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ പ്രത്യേകം വായിക്കുമ്പോൾ ഈശോ തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഈശോ തീരത്തുകൂടി, ഇങ്ങനെ കടൽ തീരത്തുകൂടിയൊക്കെ നടക്കുമ്പോൾ ആദ്യത്തെ 4 ശിഷ്യന്മാരെ, പ്രത്യേകിച്ച് പത്രോസിനെ, അന്ത്രയോസിനെ, ഈ 2 സഹോദരന്മാരെ ഏറെ പ്രത്യേകമായിട്ട് വിളിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ളതാണ്. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കേണ്ട ഒരു വചനഭാഗം, പ്രത്യേകിച്ച് അന്ത്രയോസ് സ്ലീഹയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഈശോ തൻ്റെ ഈ ആദ്യത്തെ ശിഷ്യന്മാരെ, പ്രത്യേകിച്ച് അന്ത്രയോസ് സ്ലീഹായെ വിളിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളൊന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാവും, അന്ത്രയോസ് സ്ലീഹ ശരിക്കും പറഞ്ഞാൽ അന്ത്രയോസ് എന്ന ഈ ഒരു മനുഷ്യൻ ഈശോയെ അറിയുന്നതിന് മുമ്പും ശരിക്കും ഇങ്ങനെ ഒരു ആത്മീയ മേഖലയിലൂടെയൊക്കെ കടന്നു പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ 1:35 നമ്മളിങ്ങനെ വായിക്കും, അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈശോ മറുപടി പറഞ്ഞു, വന്ന് കാണുക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവർ ചെന്ന് അവൻ വസിക്കുന്ന ഇടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ സിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അപ്പം ഈശോയുടെ ഈ വിളി കേട്ട് ഈശോ എന്ന ഈ വലിയ ദൈവിക പ്രഭാവത്തെ, ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ കൂടെ പോയി നടന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട അന്ത്രയോസ് സ്ലീഹ. ആദ്യമേ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. സ്നാപക യോഹന്നാൻ നമുക്കറിയാമല്ലോ, സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വഴി കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. വരാനിരിക്കുന്ന ആൾക്ക് മുന്നോടിയായി വഴി തെളിച്ച ആളാണ്. അപ്പോൾ ഈ യോഹന്നാൻ ശരിക്കും തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു, ഇനി വരാനിരിക്കുന്നവൻ, നിങ്ങളെ നയിക്കാനുള്ളവൻ, നിങ്ങളുടെ രക്ഷകൻ മിശിഹ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാണ്. ആ സൂചന കിട്ടിയപ്പോഴേ, അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴേ അന്ത്രയോസും കൂടെ ഒരാളും കൂടെ ഈശോയുടെ പിന്നാലെ പോവാണ്. ചെന്ന് ചോദിക്കുന്ന ആദ്യ ചോദ്യം, അങ്ങ് എവിടെ താമസിക്കുന്നു എന്നാണ്. ഈശോ മറുപടി പറയുന്നു, വന്ന് കാണുക. ഞാൻ മുമ്പേ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ എന്താണെന്നറിയോ? അത്ര സുന്ദരമായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്. ഒന്നെടുത്ത് വായിച്ചു നോക്കിയേ. 39-ാമത്തെ വാക്യം, അവർ ചെന്ന് അവൻ വസിക്കുന്ന ഇടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു.
ഈശോയുടെ ശിഷ്യനാവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈശോയുമായിട്ടൊരു എൻകൗണ്ടർ, ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ടൊരു യാത്ര നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദ ഫസ്റ്റ് തിങ് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക, ചെന്ന് സംസാരിക്കുക, കൂടെ താമസിക്കുക. എന്ന് വെച്ചാൽ ഈശോ ഇല്ലാത്തൊരു ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കുക. അവിടെയാണ് ഒരാൾ വലിയൊരു ശിഷ്യനായി മാറുക. അന്ത്രയോസ്ലിഹായെ പോലെ ഈശോയുടെ അടുത്തായിരിക്കാൻ നമുക്ക് പറ്റുക. എന്ത് സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എന്തോരോ സാഹചര്യങ്ങൾ വരും. തമ്പുരാന്ന് ചില സമയത്തൊക്കെ നമ്മൾ അകന്നു പോവും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. പക്ഷെ ഒരു ശിഷ്യനെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും വലിയ സൈൻ, ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയോ? എന്ത് സംഭവിച്ചാലും അയാൾ ചെല്ലും ആരിലേക്ക്? ഈ ഗുരുവിലേക്ക്, ഈശോയിലേക്ക്, ഈ ദൈവത്തിലേക്ക്. എന്നിട്ട് കൂടെ നിൽക്കും. ഈശോ കൂടെ നിൽക്കാത്ത ചില സാഹചര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു പഴി പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയപ്പോൾ, ഞാൻ പ്രതീക്ഷിച്ച് നടക്കാണ്ടിരുന്നപ്പോൾ, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നീക്കുപോക്കൊന്നും ഉണ്ടാകാതിരുന്ന സമയത്തോ നീ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കാഞ്ഞ്? പക്ഷെ ഇവിടെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. ഒരു യഥാർത്ഥ ശിഷ്യൻ ഈശോയെ നീ എന്തുകൊണ്ട് എൻ്റെ കൂടെ നിന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കാൻ പോവുകയാണെന്ന് തീരുമാനിക്കുന്ന ഒരാളാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ. അന്ത്രയോസ്ലിഹ അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഒരു പാഠം കാണിച്ചു തരികയാണ്. അവർ ചെന്ന് അവൻ വസിക്കുന്ന ഇടം കണ്ടു, അവൻ്റെ കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ അന്ത്രയോസ്ലിഹയുടെ ദൈവവിളി, ഈ ശിഷ്യത്വത്തിലേക്കുള്ള വിളി ആരംഭിച്ചത് എങ്ങനെയാണ്? ഈശോയെ കണ്ടുമുട്ടുന്നു, നേരത്തെ തന്നെ ഈശോയെക്കുറിച്ച് അന്വേഷിക്കുന്നു, ഈ മിശിഹായെക്കുറിച്ച് അന്വേഷിക്കുന്നു, കണ്ടുമുട്ടുന്നു, പോയി കൂടെ താമസിക്കുന്നു, പിന്നെ അവൻ്റേതായി അവനെപ്പോലായി മാറുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം മുമ്പിൽ ഈ ഒരു വലിയ ദൗത്യമാണിരിക്കുക. ഈശോയെ ചെന്ന് കാണുക, ചെന്ന് കണ്ട് നമുക്കൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായി, നമുക്കൊരു ദൈവിക അനുഭവം ഉണ്ടായി. അവിടെ അവസാനിപ്പിക്കുകയല്ല. 1-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവൻ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അന്ത്രയോസ്ലിഹ തനിക്കുണ്ടായ ഒരു ദൈവിക അനുഭവം ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നില്ല. ഓക്കെ, എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, ഞാനൊരു നല്ല ഗുരുവിനെ കണ്ടുപിടിച്ചു, എനിക്കൊരു വലിയ ദൈവാനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഹാപ്പിയായി ചുമ്മാ ഇരിക്കുകയല്ല. അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് മാറുകയായിരുന്നു, സുവിശേഷ പ്രഘോഷകനായിട്ട് മാറുകയായിരുന്നു. ഈശോയുടെ ആഹ്വാനം, അതായത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ആഹ്വാനം കിട്ടുന്നതിന് മുമ്പേ ഈശോയെ കണ്ടുമുട്ടിയ ഒരാൾക്ക് ആ സ്നേഹം, ആ തീജ്വാല പടർത്തി മറ്റുള്ളവരിലേക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവരേത് വിധേനയും ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കും. കാരണം ഇത് ലോകത്തിൽ എവിടെയും അനുഭവിക്കാത്തൊരു സ്നേഹമാണ്. ഇത് ലോകത്തിൽ ഒരു ശക്തിക്കും കെടുത്തിക്കളയാൻ പറ്റാത്ത ഒരു അഗ്നിയാണ്. നമ്മൾ സാധാ മനുഷ്യരാണ്, പാപങ്ങൾ ചെയ്തു പോവും, പ്രലോഭനങ്ങൾ വീണു പോവും, വഴിതെറ്റിപ്പോവും. പക്ഷെ ഒരിക്കൽ ഈശോ എന്ന ഈ സ്നേഹത്തിൻ്റെ സ്പാർക്ക്, ആ ഒരു തീജ്വാലയുടെ ഒരു ചൂട് നമുക്ക് കിട്ടിയാൽ നമ്മൾ എത്ര പാപത്തിലേക്ക് വീണു പോയാലും നമ്മൾ തിരിച്ചു വരും. എത്ര കുഴിയിലേക്ക് വീണു പോയാലും നമ്മൾ തിരിച്ചു വരും. കാരണം ഈ സ്നേഹത്തെ റിജക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റില്ല. ഒരുപാട് മാനുഷികമായ സ്നേഹങ്ങൾ നമ്മളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്നേഹിക്കുമെന്ന് കരുതിയവരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചില സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വാക്കിൻ്റെ പിഴവ്, നമ്മുടെ ഒരു അബദ്ധം, നമ്മൾ അറിയാതെ ചെയ്തു പോയൊരു തെറ്റ്, ചിലപ്പോൾ നമ്മുടെ അഹങ്കാരത്തിൽ ചെയ്തു പോയൊരു വീഴ്ച, ഇതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. സ്നേഹങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, കൂട്ടുവെട്ടി അകന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്രയൊക്കെ പാപം ചെയ്താലും നമ്മുടെ സ്നേഹം ആവശ്യമായ ഈശോ, നമുക്ക് ആ സ്നേഹം പകർന്നു തരാൻ ആഗ്രഹമുള്ള ഈശോ വീണ്ടും വീണ്ടും നമ്മെ സ്നേഹിക്കും, വീണ്ടും വീണ്ടും നമ്മളെ ചേർത്ത് പിടിക്കും. ഇന്ന് അന്ത്രയോസ്ലിഹയെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഈ ക്രിസ്തു ശിഷ്യൻ നമ്മുടെ മുമ്പിൽ നിന്ന് വിളിക്കുന്നതാണ്: എത്ര തവണ വീണു പോയാലും, എത്ര തവണ പടുകുഴിയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോയാലും, നീ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ ഇപ്പോഴും നിനക്കുണ്ട്. ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരണം. ഒരിക്കൽ അവൻ്റെ ചൂടറിഞ്ഞാൽ, ഒരിക്കൽ അവൻ്റെ സ്നേഹത്തിൻ്റെ ആലിംഗനം നമുക്കൊന്ന് കിട്ടിയാൽ, ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ, പിന്നെ നമ്മൾ എത്ര പാപത്തിലേക്ക് വീണാലും, എത്ര അബദ്ധങ്ങളിലേക്ക് വീണാലും നമുക്ക് തിരിച്ചു വരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ലോകത്തിലെ ഒരു സ്നേഹത്തിനും, ലോകത്തിലെ ഒരു ആശ്വാസത്തിനും നമ്മളെ സാന്ത്വനപ്പെടുത്താൻ പറ്റില്ല ഈശോയുടെ സ്നേഹമല്ലാതെ. അങ്ങനെ ഈശോയെ പോയി കണ്ടുപിടിക്കാനും കൂടെ നിൽക്കാനും, ആ കൂടെ നിന്ന് അറിഞ്ഞ ആ ചൂട് തീജ്വാല മറ്റുള്ളവരേക്കും പകർത്തി കൊടുക്കാനുള്ള വലിയൊരു കൃപ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ത്രയോസ്ലിഹയോട് പ്രാർത്ഥിക്കണം. ഒരു പ്രത്യേക കാര്യത്തിന് നമുക്ക് അന്ത്രയോസ്ലിഹയോട് മധ്യസ്ഥം വഹിക്കാൻ പറ്റും. അന്ത്രയോസ്ലിഹയെ നമ്മൾ ബൈബിളിലെ മറ്റ് എപ്പിസോഡിൽ പ്രധാനമായിട്ട് കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 6-ാമത്തെ അധ്യായത്തിലാണ്. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് ജനങ്ങൾ ഈശോയെ കേട്ടിരിക്കുന്നു. അപ്പോൾ ഭക്ഷണം തികയില്ല, ഭക്ഷണം കൊടുക്കാൻ പറയുന്നു, ഭക്ഷണം എവിടുന്ന് കിട്ടും എന്നൊക്കെ അന്വേഷിക്കുന്നു. നിങ്ങൾ ആ എപ്പിസോഡ് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ പിടികിട്ടും. ഈ 5 അപ്പവും 2 മീനും ഉള്ള ഒരു പയ്യനുണ്ടല്ലോ, ഇവനെ ആരാണ് കണ്ടുപിടിക്കണത്? ഇങ്ങനെ ഒരാൾ ഈ ജനക്കൂട്ടത്തിനിടയ്ക്കുണ്ട്, ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്, ഈശോയെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും, ആളിവിടെ ഉണ്ട്.
ഇങ്ങനെ ഒരു ഇല്ലായ്മ ഒരു സാധ്യതയില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ട് എന്ന് കാണിച്ചു തന്ന ഒരാൾ ഈ നമ്മുടെ പ്രിയപ്പെട്ട അന്ത്രയോസ്ലീഹയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം 7-8 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല. ഫിലിപ്പോസ് എന്ന് വെച്ചാൽ ഫിലിപ്പോസും മറ്റു ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞു കാണും, കർത്താവേ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിന് നമുക്ക് നമ്മുടെ കയ്യിൽ എന്നാ ഉണ്ട്. പക്ഷേ 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ശിഷ്യന്മാരിൽ ഒരുവനും സിമിയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്, എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? ഒരു കുറവാണ് അവിടെ. ഒരു 5000 ഇല്ലെങ്കിൽ അതിനെ ഇരട്ടി വരുന്നൊരു ജനസമൂഹം. റിയാലിറ്റിയാണ്. ഈ 5 അപ്പം 2 മീനും കൊണ്ട് എന്താവാനാണെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ഈ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന്, ഈ ഇല്ലായ്മയിലും എന്തോ ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടുപിടിച്ചൊരു വിശുദ്ധനാണ് നമ്മുടെ പ്രിയപ്പെട്ട അന്ത്രയോസ്ലീഹ. അതെടുത്ത് ഈശോയെ അറിയിക്കുകയാണ്. ഇനി എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന് സുവിശേഷം വായിച്ച് നമുക്കറിയാം. അന്ത്രയോസ്ലീഹയുടെ ഉള്ളിൽ അത്രയും വലിയ വിശ്വാസം ആയിരുന്നു എന്ന് വേണം നമ്മൾ തീർച്ചയായിട്ടും കരുതാൻ. കാരണം ഇതും കൊണ്ട് ഒന്നും ആകില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈശോയുടെ അടുത്ത് ഇത് പറയുന്നത്? 5 അപ്പം 2 മീൻ അതെന്നാന്ന് ആ ചെറുക്കനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ മതി അന്ത്രയോസ്ലീഹയ്ക്ക്. പക്ഷേ ഇത് കൊണ്ടേ കൊടുക്കാൻ പോകുന്ന ആരുടെ കയ്യിലാണ്? ഈ കുറവ്, ഈ ഇല്ലായ്മ, ഈ ലിറ്റിൽനെസ്, അത് ഈശോയുടെ കയ്യിലെ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ഈശോയ്ക്ക് ഈ 5ൻ്റെയും 2ൻ്റെയും കണക്കല്ല നോക്കാൻ പോകുന്നത്, ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ കണക്കാണ്. അന്ത്രയോസ്ലീഹയോട് നമ്മൾ പ്രത്യേകിച്ച് മധ്യസ്ഥം വഹിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ അതിനോർത്ത് സങ്കടപ്പെടുന്നുണ്ടാവും, കരയുന്നുണ്ടാവും. എനിക്കിത്രേ ഉള്ളൂ, എനിക്കിത്രേ പഠിക്കാൻ പറ്റുന്നുള്ളൂ, എനിക്കിത്രേ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ, എനിക്കിത്രേ നന്മയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നന്മയൊന്നും പൗലോസിലേക്ക് പറയുന്ന പോലെ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ സങ്കടപ്പെടുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഓർക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ദാരിദ്ര്യാവസ്ഥയാണ്, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് വരുന്നില്ല. പക്ഷെ എന്തോ ഒന്നുണ്ടല്ലോ, ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം, കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു കൊതി, നമുക്കിനി ഒന്നും കൂടെ ശ്രമിക്കണം എന്നുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തീ ഉണ്ടല്ലോ, ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, ഒരു എനർജി ഉണ്ടല്ലോ. അതൊന്നുമല്ല നമ്മൾ വിചാരിക്കായിരിക്കും. ഓക്കെ, ഈ കോൺഫിഡൻസ് കൊണ്ട് എന്ത് കാര്യം? ഇല്ലെങ്കിൽ ഇത്രയും പൈസ എൻ്റെ കയ്യിലുള്ളൂ, എന്ത് കാര്യം? ഇത്രയും സമയം എൻ്റെ മുമ്പിലുള്ളൂ. പരീക്ഷയ്ക്കൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ കുറേ ഉഴപ്പി നടന്നിട്ട് അവസാനം ഇത്രയും സമയമൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേനും കർത്താവേ ഒരു ദിവസം കൂടെ ഉള്ളൂ, ഞാനിനി എന്നാ പഠിച്ചിട്ടുള്ള കാര്യം, ബാക്കി നീ ചെയ്യ്. നമ്മൾ ചിലപ്പോൾ തമാശയ്ക്കൊക്കെ അങ്ങനെ പറഞ്ഞു പോയാലും നമുക്കുള്ള ആ ഒരു ദിവസം ഉണ്ടല്ലോ, നമുക്കുള്ള നമ്മുടെ മുമ്പിലുള്ള കുറച്ച് മണിക്കൂറുകളുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഉള്ള ആ ഇച്ചിരി സമയം, കുറച്ച് കഴിവുകൾ ഒന്നുമല്ല എന്ന് ചിലപ്പോൾ നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഇത് നമ്മൾ കൊടുക്കുന്ന ആളുകളിലേക്കാണ്. ഈശോയോട് പറയണം, ഈശോ എനിക്ക് പഠിക്കാൻ ഇത്രയും ബുദ്ധിയുള്ളൂ, എനിക്ക് ഇത്രയും ഓർമ്മശക്തിയുള്ളൂ. നമ്മുടെ ഒരു കുറവായിട്ടാണ് നമ്മളത് കാണുന്നത്. ആ കുറവിനെ ഈശോയുടെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത്, വേറെ ആരുടെയും കയ്യിലോട്ടല്ല, ഈശോയുടെ കയ്യിലേക്ക്. 5 അപ്പവും 2 മീനും ഉള്ളൂ, ദിസ് ഈസ് റിയാലിറ്റി, ഇതുകൊണ്ട് എന്താവാനാണ് അന്ത്രയോസ്ലീഹ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത്? ഈശോയുടെ കയ്യിലോട്ട്. ഇനി എന്താവാനുള്ളതാണെന്ന് അവൻ കാണിച്ചു തരും. 5 അപ്പവും 2 മീനും നമുക്കെന്തുണ്ട്? 5 അപ്പവും 2 മീനും അവൻ അത് എന്തുവാക്കി മാറ്റാം. എനിക്കിത്രേ ബുദ്ധിയുള്ളൂ, എനിക്കിത്രേ കഴിവുള്ളൂ, എൻ്റെ മുമ്പിൽ ഇത്രേ സമയമുള്ളൂ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, എൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് ആരുടെ കയ്യിലോട്ടാണ് കൊടുക്കണേ? ഈശോയുടെ കയ്യിലോട്ട്. അത് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കാൻ നമുക്ക് വലിയൊരു മധ്യസ്ഥനാണ് വിശുദ്ധ അന്ത്രയോസ്ലീഹ. നമുക്ക് ഉള്ള കുറവുകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാൻ. ചിലപ്പോൾ നമുക്കൊന്ന് വിട്ടുകൊടുക്കാൻ, കർത്താവെ നിരാശപ്പെട്ടിരിക്കാൻ 1000 കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സങ്കടപ്പെടുമായിരിക്കും. പക്ഷെ നമുക്കിന്ന് പ്രത്യേകമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഈ ടോക്ക് കേൾക്കുമ്പോൾ, അന്ത്രയോസ്ലീഹയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ത്രയോസ്ലീഹയിലൂടെ നമ്മുടെ എല്ലാ കുറവുകളും, കുറവെന്ന് നമ്മൾ കരുതിയ നമ്മുടെ 5 അപ്പവും 2 മീനും എല്ലാ സങ്കടങ്ങളും ഈശോയ്ക്ക് കൊടുക്കുന്നത് ഈശോയുടെ കയ്യിലോട്ടാണ്. ഇതെന്തുണ്ട് എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ ഇതെന്തും ആക്കാൻ പറ്റുന്ന ഒരാളുടെ കയ്യിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. അന്ത്രയോസ്ലീഹയുടെ പ്രത്യേകം മധ്യസ്ഥ ഒരു കാര്യത്തിൽ പ്രാർത്ഥിക്കുക. മറ്റൊരു സിറ്റുവേഷൻ നമ്മൾ മർക്കോസ്ലീഹയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും അന്ത്രയോസ്ലീഹയെ നല്ലൊരു എപ്പിസോഡിൽ വലിയൊരു റോളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനത്തിൽ ഇങ്ങനെ ഈശോ ഇങ്ങനെ പറയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഈ പത്രോസ്ലീഹയുടെ കൂടെയും യാക്കോബ് സ്ലീഹയുടെയൊക്കെ കൂടെ നമ്മളിതിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. 3-ാമത്തെ അധ്യായം, അനന്തരം അവൻ 3-ാമത്തെ അധ്യായം അല്ല 13-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാം വാക്യം, അനന്തരം അവൻ ഒലിവ് മലയിൽ ദേവാലയത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു. എന്ന് വെച്ചാൽ ഈശോയോട് ചില കാര്യങ്ങൾ, മനസ്സിലാവാഞ്ഞ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ, ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഈശോയോട് അത് ചോദിക്കാൻ മാത്രം ഒരു ഫ്രീഡം, ഒരു ഇൻറ്റിമസി, ഒരടുപ്പം അന്ത്രയോസ്ലീഹയ്ക്ക് ഈശോയോട് ഉണ്ടായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തീർച്ചയായിട്ടും അവരൊക്കെ അവിടെ ഉണ്ട്.
ഈ മറ്റ് 3 പേരെയാണ് പല സിറ്റുവേഷനിലും കൂടെ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷെ ഇവിടെ അന്ത്രോസ്ലിഹായും കൂടെ ഉണ്ട്. അന്ത്രോസ് വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് ഈശോയോട് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ പ്രവചനങ്ങൾ നടക്കാൻ പോണ്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി, മനസ്സിലാവാഞ്ഞ ചില കാര്യങ്ങൾ ക്ലാരിറ്റി അന്ത്രോസ്ലിഹ ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ വചനപ്രഘോഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇതെന്താണ്, എൻ്റെ ലൈഫിലേക്ക് ഇതെന്താണ് ഈശോ ആഗ്രഹിക്കുന്നത്, എനിക്കിത് മനസ്സിലാവുന്നില്ല, ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ വചനം ആപ്ലിക്കബിൾ ആകുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ കൺഫ്യൂസ് ആയി പോകാറുണ്ട്. ഈശോയോട് തന്നെ പറ, കർത്താവേ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു, ഒരു തവണ മുഴുവൻ വായിച്ചു, പുസ്തകങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ചു, പക്ഷേ എനിക്ക് ഇതിനകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ഇത് പറഞ്ഞ ആളോട് ചോദിക്കുന്നതല്ലേ നല്ലത്. കാരണം ഈശോ ഇതിങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ശിഷ്യന്മാർ, പാവപ്പെട്ട ശിഷ്യന്മാർ, അവർക്ക് മനസ്സിലായില്ല. അന്ത്രോസ്ലിഹയൊക്കെ ഒരു ലീഡർഷിപ്പ് റോളിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ദേ ഹാഡ് ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. ഈശോയുമായിട്ട് അത്ര ക്ലോസ് ആയിട്ടായിരുന്നു അവർ നിന്നത്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, വചന സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, നമ്മുടെ ഭാവി ജീവിതം, നമുക്കൊരു തീരുമാനം എടുക്കണം, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. നമ്മൾ ആരോടെ ചോദിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈശോയോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പം തമ്പുരാൻ അറിയാലോ നല്ല പദ്ധതികൾ, നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഈശോയോട് തന്നെ ചോദിക്കുക. അതിനാവശ്യം എന്താണ്? ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഈശോയുമായിട്ടൊരു ക്ലോസ് റിലേഷൻഷിപ്പ് നമ്മൾ വളർത്തിയെടുക്കുക. ഈ സ്നേഹം ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കുക. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈശോയിൽ നിന്ന് അകന്നു പോയി സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആ കൂട്ടൊക്കെ ഇച്ചിരി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രത്യേകമായിട്ട് അന്ത്രോസ്ലിഹയോട് മധ്യസ്ഥം വഹിക്കാം. മറ്റൊരു സിറ്റുവേഷൻ നമ്മൾ വീണ്ടും അന്ത്രോസ്ലിഹയെ കാണുന്നത്, അതും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഈ ഒരു ചിന്ത ഇന്ന് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 12-ാമത്തെ അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ, 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, ഗ്രീക്കുകാർ ഈശോയെ തേടുന്നു. ഈശോയെ അന്വേഷിച്ച് ഒത്തിരി നാട്ടിൽ നിന്ന് ഒത്തിരി ആളുകൾ വരികയാണ്. പല ആളുകളും ഈശോയെക്കുറിച്ച് കേൾക്കുന്നു. അപ്പോൾ ഈ ഗ്രീക്ക് വിജാതീയ ഒരു കൂട്ടായ്മ ഈശോയെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈശോയിൽ നിന്ന് ഈശോയായിട്ടൊന്ന് അടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ചെന്ന് സംസാരിക്കുന്നത് ഫിലിപ്പിനോടും അന്ത്രയോസിനോടാണ്. അന്ത്രയോസൊക്കെയാണ് ഈശോയുടെ അടുത്തേക്ക് ഈ ഗ്രീക്കുകാരെ എത്തിക്കുന്നത്. എന്ന് വെച്ചാൽ വിജാതീയ ലോകത്തേക്കുള്ള ഒരു സുവിശേഷം തുറക്കാൻ അന്ത്രോസ്ലിഹ ഒരു ഇൻ്റർസെഷൻ നടത്തുകയാണ്. അവിടെ അദ്ദേഹം ഒരു ടൂളായിട്ട്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറുകയാണ്. പിന്നീട് ചരിത്രമൊക്കെ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അന്ത്രോസ്ലിഹയെക്കുറിച്ചൊക്കെ കൂടുതൽ ഗാഢമായിട്ട് പഠിക്കുമ്പം നമ്മൾ അറിയും, ഈ ഗ്രീക്ക് സഭയിലൊക്കെ അത്രയും, ഗ്രീക്ക് ലോകത്തേക്കൊക്കെ അത്രയും വലിയ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് കൊണ്ടെത്തിക്കാൻ പറ്റിയ വലിയൊരു വിശുദ്ധനായി മാറി അന്ത്രോസ്ലിഹ. ഈ ഗ്രീക്ക് ലോകത്തേക്ക് വലിയ രീതിയിൽ സുവിശേഷം എത്തിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് അന്ത്രോസ്ലിഹയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ, അതായത് ഈശോയുമായിട്ട് അടുക്കാൻ, ഈശോയുടെ കൂടെ നിൽക്കാൻ, ഈശോയോട് സംസാരിക്കാൻ, നമ്മുടെ കുറവുകളൊക്കെ ഈശോയ്ക്ക് കൊടുത്ത് അതിനെ കർത്താവ് നിറവുകളും അനുഗ്രഹമാക്കി മാറ്റുന്നതൊക്കെ അനുഭവിച്ചറിയാൻ വലിയൊരു കൃപയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഈശോയിലേക്ക് എത്തിക്കാൻ, അത് പത്രോസ്ലിഹായെ പോലെ നാളെ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടവരാണേലും ഗ്രീക്കുകാരെ പോലെ വലിയൊരു ലോകത്തിൻ്റെ തുറവിലേക്കും ഈശോയെ ആകർഷിക്കാൻ, ഈശോയിലേക്ക് അവരെയൊക്കെ ആകർഷിക്കാൻ നമുക്കും വലിയൊരു ഡ്യൂട്ടിയുണ്ട്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സുവിശേഷ പ്രഘോഷങ്ങൾ, നമ്മൾ വാട്സപ്പിൽ വചനങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നത്, നമ്മൾ ഈശോയെക്കുറിച്ച് ഒരാളോട് സംസാരിക്കുന്നത്, തമ്പുരാനെ ഒന്ന് ഏറ്റുപറയുന്നത്, എല്ലാം ഒരുപാട് ആളുകൾക്ക് ഈശോയിലേക്ക് അടുക്കാൻ വലിയ സഹായമായിട്ട് മാറും. നമ്മൾ ഈ നോമ്പുകാലത്തിൻ്റെ വലിയ ചൈതന്യത്തിലാണല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ നന്മകളിലൊന്നാണ് ഈശോയെ അറിയിക്കുക, ഈശോയെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയുക. നമ്മൾ എത്രമാത്രം ഭക്ഷണ സാധനങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളതല്ല. ഇതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്തെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈശോയിലേക്ക് അടുക്കുക. നമ്മളടുത്താൽ പോരല്ലോ. അന്ത്രോസ്ലിഹ ഈശോയിലേക്ക് അടുത്തു, എന്നിട്ട് അവിടെ വെരി ഗുഡ് എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നില്ലല്ലോ, മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിച്ചു. അപ്പം നമ്മുടെ നോമ്പ്, നമ്മുടെ ഉപവാസമൊക്കെ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ, അതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഈശോയിലേക്ക് നമ്മൾ അടുത്തു എന്ന് മാത്രമല്ല, ഈശോയിലേക്ക് അനേകം ആളുകളെ അടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ജീവിതം വഴി, നമ്മുടെ നല്ല ജീവിതം വഴി, നമ്മൾ നന്മകൾ ചെയ്യുന്നത് വഴി, ഈശോയെ പ്രഘോഷിക്കുന്നത് വഴി നമുക്ക് ഈശോയെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിന് അന്ത്രയോസ്ലിഹയുടെയൊക്കെ പ്രത്യേകം മധ്യസ്ഥം വഹിക്കാം. നമുക്കറിയാം, സെൻറ്റ് ആൻഡ്രൂസ് ക്രോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിശുദ്ധ അന്ത്രയോസിൻ്റെ കുരിശ്. നമ്മൾ കഴിഞ്ഞ മാസം പഠിച്ചിരുന്നു. പത്രോസ്ലിഹ ഈശോയെ പോലെ മരിക്കാൻ, ക്രൂശീകരിക്കപ്പെടാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് തലകീഴായി ക്രൂശിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച ഒരാളാണ്. അന്ത്രയോസ്ലിഹയും ഇതുപോലെ തന്നെ തലകീഴായിട്ടല്ല, എക്സ് ആകൃതിയിൽ, ഇംഗ്ലീഷ് ലെറ്റർ എക്സ് ആകൃതിയിൽ, അങ്ങനെയാണ് സെൻറ്റ് ആൻഡ്രൂസ് ക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താലൊക്കെ അത് അവൈലബിളാണ്. അപ്പോൾ ഈശോയെപ്പോലെ ക്രൂശീകരിക്കപ്പെടാൻ ഒരർഹതയില്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം എക്സ് ആകൃതിയിൽ, സെൻറ്റ് ആൻഡ്രൂസ് ക്രോസ് എന്നാണ് അത് അറിയപ്പെടുക, ആ ഒരു രൂപത്തിലാണ് അദ്ദേഹം, ആ ഒരു ക്രൂശിത രൂപത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുക. മരണസമയത്തുമ്പം ഇങ്ങനെ അന്ത്രയോസ്ലിഹയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുക. ഒരു പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധ കുരിശേ, എൻ്റെ രക്ഷകനെ സ്വീകരിച്ച കുരിശേ, എന്നെയും സ്വീകരിക്കുക.
ഈ ലോകത്തിൽ നിന്ന് എന്നെ സ്വീകരിച്ച് എൻ്റെ നാഥൻ്റെ അടുത്തേക്ക് എത്തിക്കുക. വിശുദ്ധ കുരിശേ, എന്നെ സ്വീകരിച്ച് എൻ്റെ നാഥൻ്റെ അടുത്തേക്ക് എത്തിക്കുക. എനിക്ക് എൻ്റെ രക്ഷകനെ കാണിച്ചു തന്ന എൻ്റെ വിശുദ്ധ കുരിശേ, എന്നെ സ്വീകരിക്കുക. വളരെ സുന്ദരമായിട്ട് മരണസമയത്ത് അത്ര സുന്ദരമാണോ എന്ന് അറിഞ്ഞൂടെ, പക്ഷേ ഒരു സ്പിരിച്വൽ സൗന്ദര്യത്തിൽ ഈശോയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ, ആനന്ദത്തിൽ മരണസമയത്ത് അന്ത്രയോസ്ലീഹ പ്രാർത്ഥിച്ചു എന്നാണ് നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് വായിക്കുക പാരമ്പര്യങ്ങളിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ അത്രമാത്രം സ്നേഹിക്കാൻ പറ്റിയ ഒരു വിശുദ്ധനാണ്. നമ്മൾ ഈ ഒരു വർഷക്കാലം 2024 ഒരുപാട് അപ്പസ്തോലന്മാർ, ഈ 12 അപ്പസ്തോലന്മാരെ കുറിച്ചും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ കുഞ്ഞുകുഞ്ഞായിട്ടൊക്കെ ധ്യാനിച്ച് പോകുമ്പോൾ നമ്മളിതൊക്കെ ഒത്തിരി അറിവുകൾ നേടുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഈശോയെ സ്നേഹിക്കാൻ, ഈശോയിലേക്ക് അടുക്കാനൊക്കെ ഇത് നമുക്കൊരു വഴിയായിട്ട് മാറണം. ഫെബ്രുവരി മാസം നമ്മൾ അന്ത്രയോസ്ലീഹയുടെ പ്രത്യേക മധ്യസ്ഥം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അടുത്ത മാസം മാർച്ച് മാസം തീർച്ചയായിട്ടും ഈശോയുടെ പ്രിയപ്പെട്ട മറ്റൊരു അപ്പസ്തോലിനെ കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. തമ്പുരാൻ്റെ വലിയൊരു കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നോമ്പുകാലം വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. അന്ത്രയോസ്ലീഹയെ പോലെ ഈശോയെ കാണാൻ, ഈശോയുടെ അടുത്തിരിക്കാൻ, ഈശോയോട് സംസാരിക്കാൻ, ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിച്ച് അവരെല്ലാം ഈശോയിലേക്ക് കൊണ്ടുവരാനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്ത്രയോസിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.